ഇതിനോടകം അരക്കോടിയിലേറെ യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോ ഉപയോഗിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അവരിൽ ദൈനംദിന യാത്രക്കാരുണ്ട്, വിനോദസഞ്ചാരികളുമുണ്ട്. ഈ മേഖലയുടെ പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ ഗണ്യമായ സംഭാവന നൽകുകയാണ്. ഇതേ മാതൃകയിൽ സർവീസ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ, പല ഭരണ സംവിധാനങ്ങൾ നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശ്രീ ബെഹ്റ ചില വിദേശ രാഷ്ട്രങ്ങൾ നമ്മുടെ വാട്ടർ മെട്രോ അവിടെ നടപ്പാക്കാൻ ബന്ധപ്പെട്ട കാര്യം പറയുകയുണ്ടായി. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിയതിനു ശേഷം രാജ്യങ്ങളുടെ പേര് പറയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പേരുകൾ ഞാൻ പറയാതിരിക്കുന്നത്. നമ്മുടെ മുംബൈ അടക്കമുള്ള 20 നഗരങ്ങളിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വാട്ടർ മെട്രോ സാധ്യതാ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ അതോടൊപ്പം ചേരുമ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതൊക്കെ മാറും. അപ്പോ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമായി ഇത് മാറുകയാണ്. മട്ടാഞ്ചേരി ടെർമിനൽ 30 കോടി രൂപ ചെലവിലും വെല്ലിംഗ്ടൺ ടെർമിനൽ 8 കോടി രൂപ ചെലവിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രതിദിനം 1000-ലധികം യാത്രക്കാരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജനഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിലെ ജനങ്ങൾക്കും നഗരത്തിന് ചുറ്റുമുള്ള ദ്വീപുകളിലെ നിവാസികൾക്കും ഈ പ്രദേശത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ജീവന നിലവാരത്തെ കാര്യമായി ഉയർത്താൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇത് മാറുന്നത്.